ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. നല്ലൊരു കാലാവസ്ഥയാണെന്ന്. അപ്പം ഞാൻ ഇന്ന് ബീസംബെർഗിൽ, ഞാൻ നോർത്ത് പാർട്ട് ഓഫ് ഓസ്ട്രിയയിൽ ബീസംബെർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ബ്യൂട്ടിഫുൾ നേച്ചറിൽ നല്ല കാറ്റുണ്ട്, പക്ഷെ എന്നാലും നടക്കാൻ നല്ല സുഖമാട്ടോ. സോ അബൌ 20-25 ഡിഗ്രീസ് ഒക്കെ ഉണ്ട്. ഞാനും എൻ്റെ മോളുടെ കൂടെയാണ് വന്നത്. ഹായ്, മലയുടെ സൈഡിൽ കയറാൻ വന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നോക്ക്, ഇതെന്താണെന്ന് അറിയില്ല. ബട്ടർഫ്ലൈയുടെ ഏതാണോ എന്തോ അറിയില്ല. നടന്നങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്. പോയി നോക്കാം. ടിപ്പിക്കൽ ഓസ്ട്രിയൻ റെസ്റ്റോറൻറ്റാണിത്. അങ്ങനെ ഭക്ഷണം വന്നു. സാൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഷാണ് ഞാൻ ഓർഡർ കൊടുത്തത്. ഞാനും എൻ്റെ മോളും അതെ, രണ്ടാളും കൂടെ ഫിഷാണ് ഓർഡർ കൊടുത്തത്. ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര. എനിക്ക് രണ്ടാൾക്ക് ഫിഷ്, അതേപോലെ ടിപ്പിക്കൽ ഓസ്ട്രിയൻ റെസ്റ്റോറൻറ്റ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ ഫിഷ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് നോക്കട്ടെ കേട്ടോ. മാൾസൈറ്റിന് പറയും ഇവിടെ ജർമ്മനിൽ. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് പറയും ഹാവ് എ ഗുഡ് അപ്പിറ്റീറ്റ് എന്നർത്ഥം. സോ അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു, വീണ്ടും നടക്കാൻ തുടങ്ങി. മല കയറാൻ പോകുന്നുണ്ട്. എൻ്റെ മോൾ അത്രയും ദൂരം പോയി, ഞാനും പോയി കയറാൻ പോവാ. കൂടെ ഒരു ഇങ്ങനെ കയറ്റമാണ്. സോ കയറി മലയുടെ പകുതി ദൂരം വരെ എത്തി. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ നടക്കാനുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ അതിൻ്റെ ടോപ്പിലെത്തും. സോ അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. എലിസബത്ത് സോയിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് എലിസബത്ത് സോയിൽ എന്നാണ്. അതിലെഴുതിയിട്ടുണ്ട് 1899 ഫോണൈനം കൊർണോബൂർഗ് ഫ്രൗൺ കമ്മിറ്റി ഇത് ചെയ്തു. പിന്നെ ഈ സ്ഥലത്ത് പണ്ടത്തെ ഇവിടുത്തെ ഒരു രാജ്ഞി, കൈസറിൻ എന്ന് പറഞ്ഞ രാജ്ഞിയാണ് എലിസബത്ത് ഈ ഭാഗത്ത് കൂടെ നടന്നു പോയത് കാരണം, ഈ സ്ഥലത്ത് വന്നത് കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് എലിസബത്ത് സോയിൽ എന്നാണ് പറയണത് കേട്ടോ. സോ ഈ എലിസബത്ത് സോയിലയാണ് ഏറ്റവും ബീസംബെർഗിലെ ഏറ്റവും ടോപ്പിലുള്ള ബെർഗ്. എത്ര മീറ്ററാണ്? 361 മീറ്റേഴ്സാണ് ഇത് ഹൈറ്റ്. ഓക്കെ, ഇത് ആൾക്കാർ ഇവിടെ നിന്ന് സൈക്കിളൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഏതായാലും ടോപ്പിലെത്തി. അങ്ങനെ മലയുടെ ടോപ്പിലെത്തി. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സസൈസാണ് മനസ്സിനും ദേഹത്തിനും. എൻ്റെ അമ്മ, ഈ കാടായത് കാരണം ഇവിടെ എല്ലാം വണ്ടും അത് ഇതൊക്കെ ഉണ്ട്, എല്ലാ ബീസും ഉണ്ട്. ബട്ട് ഇവിടുത്തെ ഇത് കാണിച്ചു തരാം കേട്ടോ. സ്ഥലം എന്താ പറയുക, സോ വണ്ടർഫുൾ പ്ലേസസ് ഒക്കെ ഫുള്ളായിട്ട് ഇവിടുന്ന് വീണ ഫുള്ളായിട്ട് ഒരുമാരൊക്കെ കാണാൻ പറ്റും. കാണിക്കാട്ടോ. എന്ത് വേണമല്ലേ, മനോഹരം. വാ വാ മനോരഞ്ജന.
രഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി എന്നൊക്കെ പാടാൻ തോന്നുന്നു ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. സോ ബ്യൂട്ടിഫുൾ. അവിടെ നിന്ന് ഡാന്യൂബ് കണ്ടോ, ഡാന്യൂബ് റിവർ, വീന സിറ്റി പ്ലേസസ് എല്ലാം കാണുന്നുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ. ഞാൻ ടോപ്പിലെത്തിയപ്പോൾ നല്ല കുറച്ച് തണുപ്പുണ്ടാവും എന്നാണ് വിചാരിച്ചേട്ടോ. ഇല്ല, തണുപ്പൊന്നുമില്ല. യാ എവിടെ എമ്മോള് വേണ്ട പിത്ത. എന്ത് മനോഹരമായ കാഴ്ചകൾ. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സോ ഒരു ഹാഫ് ആൻ അവർ പോലെ കേട്ടോ. നല്ല എക്സ്പീരിയൻസ്, നല്ല ഇതാണ്, വാക്കിംഗ് ആണ് ശരിക്കും. We were literally dying. It was not easy. It was not easy to come here. It just looks pretty good. Like if you see the view, it looks pretty good. But trust me, it was a hard walk to come over here. But it is a nice experience, അല്ലേ? നമുക്ക് മനസ്സിനും Obviously, we can call it nice experience. ഹെൽത്തിന് നല്ല ഇതല്ലേ, നല്ലതാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഒരു വാക്കിംഗ് മൈൻഡിനും ഇതൊക്കെ ഒത്തിരി ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷമാണ്. ഇന്ന് ക്ലൈമറ്റ് സൂപ്പറാണ്. സോ നേച്ചറലി കഷ്ടമാണ് ഇത്, കാരണം കുത്തനെയുള്ള മലയാണ്. അതുകൊണ്ട് നടന്നു വരാൻ കുറച്ച് പാടുണ്ട്. ബട്ട് ഓക്കെ, ഇറ്റ് ഇസ് നൈസ്. ഇറ്റ് ഇസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷെ എന്ത് ഭംഗിയല്ലേ, അത് പറ. എത്രയും വന്നതിന് സോ ബ്യൂട്ടിഫുൾ. ശബരിമല കയറുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞ ശരണമയ്യപ്പ. ഈ കാഴ്ചകളൊന്നും ഇങ്ങനെ വിട്ടു പോകാനേ തോന്നണില്ല, അതുപോലെ ഭംഗിയാണ്. സൂര്യൻ എത്ര അടുത്തായില്ലേ, നല്ല നല്ല രസമുണ്ട്. അപ്പം ഇത് എത്ര എടുത്താലും മതി വരണില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല കാലാവസ്ഥയാകുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ആൾക്കാർ ഇവിടെയൊക്കെ നല്ല വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യും. ഓക്കെ. I feel like you are not able to see on the video how high we are actually. Like we are pretty high and like the video is not showing it like it should be. Yeah, it is 300 എത്ര 362 meters അത്ര പറഞ്ഞു. Something like that. It is pretty high. അത്ര ഹൈയിൽ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ദയവായി ലൈക്ക് ചെയ്യുക. എൻ്റെ മോളാണ് കേട്ടോ ഇത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇവിടെ കൂടുതൽ ഞങ്ങൾ എവിടെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. എനിക്കൊരു മോനും ഒരു മോളുമാണ്. മോളാണ് എൻ്റെ കൂടെ എപ്പോഴും മോസ്റ്റ്ലി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ദയവായി പറഞ്ഞ പോലെ എൻ്റെ മോള് പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് പറയുക, അഭിപ്രായങ്ങൾ പറയുക. കമൻറ്റ്സ് പറയുക. അയ്യോ, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എന്നാലാണ് എനിക്ക് ഇനിയും നിങ്ങൾക്ക് വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ എനിക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ.
ഓക്കെ ഗായ്സ്, ദെൻ ഹാവ് എ നൈസ് ഡേ. ഞങ്ങളിവിടെ കുറച്ച് നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോകും. കുത്തനുള്ളത് അതേപോലെ തിരിച്ചിറങ്ങണം. ഓക്കെ ഓക്കെ, ദെൻ ബൈ ബൈ ബൈ.